വെൻ സ്ക്രീൻ പ്ലേ ഇസ് ദ കിങ് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദ മൂവി എന്നാണല്ലോ പറയുക. അങ്ങനെയാണെങ്കിൽ ആ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയ ആളും അത് മൊത്തത്തിൽ ക്രാഫ്റ്റ് ചെയ്ത ആളും ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ മഞ്ജു, എൻ്റെ കൂടെ ദിൻജിത്ത് അയ്യത്താൻ ആൻഡ് ബാഹുൽ രമേശ്. ഹായ്. ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സിനിമാറ്റോഗ്രാഫർ കം സ്ക്രീൻ പ്ലേ റൈറ്റർ, റൈറ്റ്? അതെ അതെ അതെ. അപ്പൊ പറയൂ, ഈ കിഷ്കിന്ദ കാണ്ഡത്തിലേക്ക് വരുമ്പോഴും ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും ഒക്കെ പേരുകളും ഒക്കെ നോക്കുമ്പോൾ ടോട്ടൽ പേരുകൾക്കൊക്കെ ഭയങ്കര ഒരു ഇതിനകത്ത് തന്നെ സുമദത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ നെയിംസിനും ഒക്കെ പ്രത്യേകതയുണ്ട്. സോ ഈ പേരുകൾ നിങ്ങൾ പേർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു ഡിഫറെന്റ് വേണം എന്നുള്ളത് യുണീക്ക് ആയിരിക്കണം, കോൺഷ്യസ്ലി ശ്രമിച്ചിട്ടുണ്ട്. അതായത് എല്ലാമല്ല, അപ്പുപിള്ളയാണല്ലോ ഇതിന്റെ കീ ക്യാരക്ടർ. അപ്പൊ അതിനെന്തെങ്കിലും ആ രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു പേര് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ കാർക്കശക്കാരനായ കാരണം ഒരു എക്സ് മിലിറ്ററി മാൻ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പതിവായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പേരായിരിക്കും ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എല്ലാവരും നമുക്ക് പിന്നെ കാരണവർ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നെയിം ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മളിപ്പോ ശങ്കരനാരായണൻ, ശങ്കരൻ തമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, എക്സാമ്പിൾസ് പറഞ്ഞാണ്. അപ്പൊ അതല്ലാതെ വേറെ കുറച്ചും കൂടി ക്യൂട്ട് ആയിട്ടുള്ള ഒരു പേര് കൊടുത്ത ഒരു കോൺട്രാസ്റ്റ് കിട്ടുമല്ലോ എന്ന് തോന്നി. അയാളുടെ സ്വഭാവത്തിനും പ്രകൃതത്തിനും കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പേര് എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അന്ന് അപ്പുപിള്ള എന്ന് പറയുന്നൊരു പേര് വെറുതെ എങ്ങനെയോ തോന്നി, അതങ്ങനെ ഇട്ടു. അപ്പൊ സുമദത്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ പറഞ്ഞ പോലെ സുമദത്തൻ എന്നുള്ള പേരുള്ള ആൾക്കാരെ എനിക്ക് 1-2 പേരൊക്കെ പരിചയമുണ്ട്. പക്ഷെ അത് ഞാൻ ഒത്തിരി ഇടങ്ങളിൽ ഞാൻ ആ പേര് കേട്ടിട്ടില്ല. അപ്പോൾ നോർമലും ആണ്, എന്നാൽ നോട്ട് സോ യൂഷ്വൽ ആണെന്ന് തോന്നിയപ്പോൾ സുമദത്തൻ എന്നുള്ള പേരിട്ടു. പിന്നെ എല്ലാ പേരുകളും ഈ പറഞ്ഞ ഒരു ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുഴച്ചിരിക്കും. അപ്പൊ ഒരെണ്ണം കുറച്ചൊന്ന് ന്യൂട്രൽ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നിയപ്പോൾ അജയൻ എന്നുള്ളത് കുറച്ച് സിംപ്ലിഫൈ ചെയ്തു. അപർണ എന്നുള്ള പേരിടുമ്പോൾ അഗൈൻ ഈ ഭയങ്കര യുണീക്ക് ആക്കാൻ നോക്കണ്ട, എന്നാൽ ആ പേരിൽ തന്നെ ഒരു ഗ്രേസ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തോന്നിക്കുന്ന, ഒരു നോബിലിറ്റി തോന്നിക്കുന്ന ഒരു പേര് വേണമെന്ന് തോന്നി. അപർണ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്തായാലും അപർണ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒറിജിനൽ പേര് അപർണയാണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് പേരുകൾ ഇട്ടത് ബാഹുല എന്ന് തോന്നുന്നു. കാരണം ഈ പാർട്ട് ഞാൻ ചോദിച്ചപ്പോൾ തീരെ സൈലന്റ് ആയിരിക്കുന്നു ദിൻജിത്ത്. ഞാൻ വായിക്കുമ്പോൾ തന്നെ സെയിം എല്ലാ പേരുകളും ഉണ്ടായിരുന്നു. അതിൽ മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ, മാറ്റങ്ങളില്. അപ്പോ കിഷ്കിന്ദ കാണ്ഡം മാത്രം മെയിനായിട്ട് ആദ്യം ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നുള്ള ഒരു പേരിലായിരുന്നു നമ്മൾ അത് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ജസ്റ്റ് ഒരു ഇതിന് മാത്രം വെച്ചത്, അല്ലാണ്ട് അത് ഫൈനൽ ഒരു പേരിലായിരുന്നു. പിന്നെയാണ് നമ്മൾ ഒരു നല്ലൊരു യുണീക്നെസ് ഉള്ള ഒരു പേര്, ഒരു ഫ്രഷ് ആയിട്ടുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി തോന്നണം. ഇതെല്ലാം ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഡിസ്കഷൻ ചെയ്തു, നമ്മളെ അസിസ്റ്റന്റുമാർ, അസോസിയേറ്റ് എല്ലാം ഇരുന്നിട്ട്. അപ്പോൾ ആരോ ഒരാളാണ് ഈ എന്താ പറയുക, നമ്മൾ മങ്കീൻ്റെ കുരങ്ങന്മാരുടെ സാന്നിധ്യം എല്ലാം ഉള്ള ഒരു പടമാണല്ലോ. അപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഈ കിഷ്കിന്ദ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് രാമായണത്തിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളായി. അപ്പോഴാണ് ഒരു കിഷ്കിന്ദ കാണ്ഡം എന്നുള്ള അത് വന്നാൽ എങ്ങനെയുണ്ടാവും എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നു. അപ്പോൾ ഓക്കെ, എന്നാൽ നന്നായിട്ടുണ്ടാവും, നല്ല രസമുള്ള ഒരു പേരാണ്. അങ്ങനെയാണ് കിഷ്കിന്ദ കാണ്ഡം ഉണ്ടായത്. നമുക്കറിയാം, ഇന്നിപ്പോൾ ന്യൂ ജനറേഷൻ മൂവീസിലൊക്കെ പൊതുവെ പറയുന്നത് പ്രായമായ ആൾക്കാർക്ക് വലിയ റോളില്ല ന്യൂ ജനറേഷൻ മൂവീസിലെന്നൊക്കെയാണ്. പക്ഷെ ദിൻജിത്തിന്റെ ഈ പടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ഇതിനു മുമ്പത്തെ പടം നമ്മുടെ കക്ഷി അമ്മണിപ്പിള്ള, അതിനകത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് പക്ഷേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ഇത് ഫാദർ ആൻഡ് സൺ. അല്ല, അതിലും ഉണ്ട് ഫാദർ ആൻഡ് സൺ റിലേഷൻഷിപ്പ് ഉണ്ട്. അമ്മണിപ്പിള്ളേന്റെ അച്ഛനുമായിട്ടുള്ള. അപ്പൊ റിലേഷൻഷിപ്പ് ആണോ നമ്മളുടെ ഒരു മെയിൻ? ഇമോഷൻസ് എല്ലാവരും കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു മൂവിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഇമോഷൻസ് ആണ്. പക്ക റിലേഷൻഷിപ്പിൽ ഇമോഷൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. ബാവലിൻ്റെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഇതിലുള്ളത്. അത് വർക്കൗട്ട് ചെയ്തു. അതാണ് ഈ പടത്തിന്റെ വിജയം തന്നെ പറയാം. ഡയറക്ടേഴ്സിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തെ പടം ചിലപ്പം ഹിറ്റാവും, അതിപ്പം ഹിറ്റായിന്ന് വെക്കുക, അതല്ല നമ്മളുടെ ചാലഞ്ച്. അതേ എക്സ്പെക്ടേഷനിൽ സെക്കൻഡ് പടത്തിലായിരിക്കും നമുക്ക് ആ ഒരു ചാലഞ്ച് വരിക. സോ അപ്പം ഈ പടത്തിൽ എങ്ങനെയായിരുന്നു ആ ഒരു ചാലഞ്ച്, നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതെ, എന്താ പറഞ്ഞാൽ കക്ഷിയമ്മണിപ്പിള്ള കഴിഞ്ഞിട്ട് ഒരു നല്ല ഗ്യാപ്പ് ഉണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്രയും ഗ്യാപ്പ് ചെയ്ത് 4 വർഷം 5 വർഷം. പക്ഷെ അല്ല, 3ാമത്തെ വർഷം നമ്മൾ ഈ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഈ ഗ്യാപ്പ് വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്താ പറഞ്ഞാൽ പല സ്ക്രിപ്റ്റും പല ചർച്ചകളും നടന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ അതിലൊന്നും എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കിയ ഒരു സ്ക്രിപ്റ്റും ഇല്ല. അപ്പം ബാഹുല് ഒരു ടൈം എന്നോട് പറയുന്നു, ഓക്കെ, ബാഹുൽ തന്നെയായിരുന്നു കക്ഷിയുടെ
അല്ല ക്യാമറ ക്യാമറ സ്ക്രിപ്റ്റ് ആദ്യമായിട്ടാണ് അല്ലേ? സ്ക്രിപ്റ്റ് ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു ഇതെല്ലാം നടന്നത്. അപ്പോൾ ബാഹുൽ എന്നോട് ഒരു തോട്ടുണ്ട്, അത് എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു 8 ദിവസം കഴിഞ്ഞിട്ടാണ് ബാഹുൽ എനിക്ക് ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എന്നോട് ദിഞ്ചതട ഇതൊന്ന് വായിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഈ 8 ദിവസം കൊണ്ട് ഒരു സ്ക്രിപ്റ്റായി അവൻ്റെ കയ്യിൽ. അപ്പോൾ അത്രയും ഫാസ്റ്റുള്ള, എല്ലാത്തിലും ഫാസ്റ്റാണ് കേട്ടോ. ഈവൻ DOP ആണെങ്കിലും ഏറ്റവും ഫാസ്റ്റ് ഉള്ള ഒരു DOP. എത്ര ദിവസം കൊണ്ട് DOP കഴിഞ്ഞു? മീൻസ് അത് നമ്മൾ 40 days ആയിരുന്നു ഷൂട്ട്. 40 days കൊണ്ടാണ് മൊത്തം കിഷ്കിന്ധാ കാണ്ഡം? 45 days ആക്ച്വലി. ഓക്കെ. അപ്പോൾ കിഷ്കിന്ധാ കാണ്ഡം അതും ആ മഴയുടെ സമയത്ത് കറക്റ്റ് ഫുൾ ടൈം മഴയായിരുന്നു. എന്നിട്ടും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടെത്തു എന്നുള്ളതാണ്. അപ്പൊ അതിലകത്ത് പെയ്യുന്ന മഴ ഒറിജിനൽ മഴയായിരുന്നു? കുറച്ച് CG ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ കുറച്ച് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ പല മഴ കറക്റ്റ് മഴ തന്നെയാണ്. അത് ചിലത് നമ്മൾ മഴയില്ലാത്ത സമയത്ത് തന്നെ നമ്മൾ സീൻ വൈസ് മഴയൊന്നും നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നു സ്ക്രിപ്റ്റ് വൈസ് ആക്ച്വലി. പക്ഷേ നമ്മൾ ആ മഴയുള്ളതുകൊണ്ട് ഓക്കെ മഴയുള്ള വെച്ചിട്ട് നമ്മൾ ചേഞ്ച് അതും കണ്ടിന്യൂസ് നമുക്ക് മഴ കറക്റ്റായിട്ടുള്ള ആ ഇൻറ്റൻസ് ആയിട്ടുള്ള മഴ കിട്ടില്ല. അപ്പം നമ്മൾ അത് CG ആഡ് ഓൺ ചെയ്തു പല സീൻസ് മീൻസ് ഷോർട്സിലും. റെയിൻ യൂണിറ്റ് വെച്ച് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം ഉപയോഗപ്പെടുത്തി. നമ്മൾക്ക് നിർബന്ധമായിട്ടും മഴ വേണം നിർബന്ധമുള്ള സ്ഥലങ്ങൾ നമ്മൾ റെയിൻ യൂണിറ്റ് വെച്ച് ഷൂട്ട് ചെയ്തു. ചില സാധനങ്ങൾ നമ്മൾ ഓസ് പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതിനകത്ത് ഒരു ദിവസം മോർണിംഗിൽ അപ്പുപിള്ള കുട്ടേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. മഴയാണ്, അത് ഓസാണ്, റെയിൻ യൂണിറ്റ് അല്ല. അപ്പോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓസ് കൊണ്ട് മഴ ഉണ്ടാക്കാം, ഓസ് കൊണ്ട് നോക്കി കണ്ടൊക്കെ ചെയ്തുണ്ടാക്കാം. അല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഒത്തിരി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ചീറ്റിംഗ് അടിക്കും. പക്ഷെ സിനിമാറ്റോഗ്രാഫർ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ ആകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ട് അല്ലേ? നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവം വരുത്താനൊക്കെ പറ്റും അല്ലേ? ഇത് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെട്ടേ മതിയാവൂ എന്ന് പറയുന്ന ഒരു ഘട്ടം വരുമ്പോ എന്തെങ്കിലും പല വഴികളും നമ്മൾ ആലോചിക്കുമല്ലോ, കാടടച്ച് വെടിവെക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചത്. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നതാണോ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നതാണോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമാറ്റോഗ്രാഫർ സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നത് ഫസ്റ്റ് ടൈം ആണോ മലയാളം ഇൻഡസ്ട്രിയിൽ? ഉണ്ടാവുന്നല്ല, അറിയോ? അങ്ങനെ എനിക്ക് തോന്നുന്നു ശ്രീരാജ് രവീന്ദ്രൻ സുഹൃത്താണ്. പുള്ളി തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ കോ റൈറ്റർ ആയിരുന്നു. അതുപോലെ 1744 വൈറ്റ് ഓൾട്ടോ, അതും സെന്ന ഹെഗ്ഡെ ഡയറക്ട് ചെയ്ത പടമാണ്. അതിലും ശ്രീരാജ് കോ റൈറ്റർ ആയിരുന്നു രണ്ടിലും. അതെ, അദ്ദേഹവും സിനിമാറ്റോഗ്രാഫർ. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും ഈ ഡയറക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ്. ഇത് എനിക്ക് പെട്ടെന്ന് എനിക്ക് പരിചയമുള്ള ഒരാളായതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒന്നും പറഞ്ഞാട്ടോ, ഇതല്ലാതെ വേറെ ആൾക്കാരുണ്ടാവണം. ഓക്കെ, എന്താണ് ഒരു സിനിമാറ്റോഗ്രാഫർ സ്ക്രിപ്റ്റ് റൈറ്റർ ആവാനുണ്ടായ കാരണം എന്താ? അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പണ്ടേ ഒരു ത്വര? എഴുതാനുള്ള താല്പര്യം പണ്ട് ഉണ്ടായിരുന്നു, പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അതിപ്പോ ഒരു തൊഴിലായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഗാമ്പിൾ ആയിരിക്കും ചിലപ്പോൾ. കാരണം നമ്മൾ എഴുതുന്നത് ഓക്കെ ആയിരിക്കണം എന്നില്ല, ആ എഴുതുന്നത് സിനിമ ആവാനുള്ള സാധ്യത തന്നെ 50-50 ആണ്. ഇനി അത് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നടക്കാമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ഹസിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും അതിനുള്ള ശ്രമം നടത്താം. പക്ഷെ അതിന് മുന്നേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊരു ടെക്നിക്കൽ കൈത്തൊഴിൽ, അതെ, കാര്യങ്ങളൊക്കെ നടന്നു പോകണമല്ലോ ഒരു സൈഡിൽ കൂടെ. അപ്പൊ അതിനുവേണ്ടി ഒരു ടെക്നിക്കൽ കൈത്തൊഴിൽ കയ്യിലുണ്ടായിരുന്നു എന്നായിരിക്കും തോന്നിയോണ്ട് സിനിമാറ്റോഗ്രഫിയിലോട്ട് കുറച്ച് ശ്രമങ്ങൾ അതിലൂടെ നടത്തി. അപ്പൊ അങ്ങനെ ചെയ്ത് വന്ന് ഏകദേശം ഒന്ന് റൂട്ടിലായി എന്ന് തോന്നിയപ്പോൾ, റൂട്ടിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് പക്ഷേ ഈ പറയുന്ന പോലെയാണ് ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് വലിയ വലിയ ഡയറക്ടേഴ്സിന് പോലും രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഭയങ്കര പേടിയാണ് വരുന്ന സ്ക്രിപ്റ്റ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഏത് സ്ക്രിപ്റ്റ് എവിടെ ഇരിക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അല്ല, അതന്നെ, അത് കിട്ടുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്. എന്താ പറഞ്ഞാൽ ഞാൻ പറയില്ലേ, പല ആൾക്കാരും എന്നോട് കഥ പറയാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളി ഓഡിയൻസിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പേടിയാണ്. ഇപ്പോൾ ഈ സമയത്ത് ആൾക്കാർ പറയും ഓക്കെ, RDX ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഓക്കെ ഫൈറ്റ് ഭയങ്കര, അപ്പോൾ എല്ലാവരും ഫൈറ്റിലേക്ക് ഇറങ്ങി. പഴയ ഒരു ചേരുവ വന്നു ഫീലായിരുന്നു, അത് 80s പിടിച്ചു. പക്ഷെ അതേപോലെ നാളെ ഞാനൊരു ഫൈറ്റിന്റെ ഒരു സാധനം ഉണ്ടാക്കിയാൽ 100% അത് പ്രോപ്പർലി നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അത് ആൾക്കാർ വലിച്ചെറിയും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫ്രഷ് കണ്ടന്റ് വേണമെന്നുള്ള, എവിടെയും കേൾക്കാത്ത ഒരു കണ്ടന്റ് വേണമെന്നുള്ള ഭയങ്കര നിർബന്ധമുണ്ട് എനിക്ക്. ഇപ്പൊ അമ്മിണിപ്പിള്ളി എടുത്തിട്ടുണ്ട്, അതിലൊരു ഫ്രഷ് കണ്ടന്റ് ഉണ്ട്, അതെന്നെ എക്സൈറ്റഡ് ആക്കിയ കണ്ടന്റ് ആണ്.
അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ കിഷ്കിന്താഖണ്ഡം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കര ഫ്രഷ് കണ്ടന്റ്, പല സ്ഥലങ്ങളും എക്സൈറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൽ എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയ ഒരു സാധനം, ഓക്കെ ഇത് നമ്മൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ളൊരു ഫയർ ഉള്ളിലുണ്ടായ ഒരു സാധനം വായിച്ചപ്പോൾ. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ക്രിപ്റ്റ് എനിക്ക് ഇനി നെക്സ്റ്റ് സ്ക്രിപ്റ്റ് അങ്ങനെ ആവണമെന്ന് ഇല്ല കേട്ടോ. അത് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൂന്നാമത്തെ സിനിമയും ചലഞ്ച് ആവും. ഇപ്പം തന്നെ നമുക്കത് വന്നു തുടങ്ങി. അയ്യോ ഇനി നെക്സ്റ്റ് ഇങ്ങനൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് അത്. എന്തായിരുന്നു അതിൻ്റെ ഒരു ത്രെഡ്? ഈ പറഞ്ഞ അപ്പുപിള്ളയുടെ ക്യാരക്ടർ, കുട്ടേട്ടൻ ചെയ്യുന്ന അപ്പുപിള്ളയുടെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഐഡിയ മാത്രമാണ് വന്നത്. ഇങ്ങനെയുള്ളൊരു നേച്ചർ, ഇങ്ങനെയുള്ളൊരു പ്രകൃതി ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉള്ള ഒരാൾ, അയാൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ജേണിക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിലോ എന്ന് പറയുന്നത് മാത്രം. അല്ലാതെ വേറെ പ്ലോട്ട്, കഥ, അജയൻ, അപർണ, അതിലാണ് ബാക്ക് സ്റ്റോറി, ഇൻസിഡൻറ്റ്, ഇത് കാര്യങ്ങളൊന്നും മനസ്സിലില്ലായിരുന്നു. ഇത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥ എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റായിട്ട് എഴുതി തുടങ്ങണം. നമ്മൾ ചിലപ്പോൾ കഥ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആലോചനകൾ മാത്രമേ നടക്കുള്ളൂ, പണി നടക്കില്ല. അപ്പം അതിനേക്കാളും നല്ലത് നേരങ്ങൾ എഴുതി തുടങ്ങുക, സീനായിട്ട് തന്നെ എഴുതി തുടങ്ങുക. എഴുതി പോകുമ്പോൾ എങ്ങനെ ഡെവലപ്പായി വരുന്നു അതിനനുസരിച്ച് ഡെവലപ്പായി പോകാം. 8 ദിവസം കൊണ്ട് അതും ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാൾ, നേരത്തെ പറഞ്ഞ പോലെ അത് എറിക്കുമോ ഇല്ലയോ ഒരുപാട് കൺഫ്യൂഷനാണ്. പക്ഷെ ബാഹുല് ഫസ്റ്റ് ടൈം എഴുതുന്ന സ്ക്രിപ്റ്റ് തന്നെ ഇത്രയും ഫൈൻ ട്യൂണിങ് ആയിട്ട് 8 ദിവസം കൊണ്ടൊക്കെ എങ്ങനെ നമുക്ക് എന്നോട് ക്ഷമിക്കൂ, പറ്റിപ്പോയി. അല്ല, നമ്മൾ കൃത്യമായൊരു പ്ലാനൊന്നും വെച്ചിട്ട് എഴുതാൻ തുടങ്ങിയൊന്നും അല്ല. പിന്നെ താങ്ക്സ് ടു ദാറ്റ് ടൈം, ആ സമയത്ത് ഒന്നും ചെയ്യാനില്ലായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു, ഒന്നും ചെയ്യാനില്ല. ലോക്ക്ഡൌൺ സമയം ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യാനില്ല, ഡിസ്ട്രാക്ഷൻസ് ഒട്ടുമില്ല. ഈ പറഞ്ഞ ആരും ഫോണിൽ വിളിക്കാനില്ല. ഒരു വർക്കിന്റെ കാര്യമായിട്ട് ആരെങ്കിലും എപ്പോഴാണ് വിളി വരിക എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും ഫോൺ കയ്യിൽ വെച്ചിടുന്നത്. അതൊക്കെ എപ്പോഴും ഡിസ്ട്രാക്ഷൻ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് ചെക്ക് ചെയ്യണം, ഒന്നുകിൽ കഴിഞ്ഞ വർക്കിന്റെ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഭാവിയിൽ ഏതെങ്കിലും പുതിയ വർക്കിനുള്ള എൻക്വയറി വരുമോ എന്നുള്ളത് പേടിച്ചിട്ട് നമ്മൾ എപ്പോഴും ഫോണിൽ അവൈലബിൾ ആയിരിക്കണമല്ലോ. അപ്പൊ ഈ ഒരു സമയം വന്നപ്പോൾ എന്തായാലും 100% ഉറപ്പാണ് ആരും വിളിക്കാൻ പോകുന്നില്ല. പണിയില്ല, ആർക്കും പണിയില്ലല്ലോ, അതുകൊണ്ട് സന്തോഷമാണല്ലോ. അപ്പോൾ ഫോണൊക്കെ ഒന്നും ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചിട്ട് നമ്മളത് ഇരുന്നു. തന്നെ ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരു സമയമായിരുന്നു എന്നുള്ളതൊന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരുമായിട്ടും മുൻകൂട്ടി ഒന്നും പറഞ്ഞു വെച്ചില്ല, ഇങ്ങനെ ത്രെഡോ കഥയോ അങ്ങനെ ഒന്നും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞൊരു സ്പെക് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി എഴുതി വെക്കുകയാണ്. അപ്പം പെർഫോമൻസ് പ്രഷർ ഇല്ല. ഇത് നന്നാക്കി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു ബാധ്യതയില്ല. അപ്പം നന്നായാൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞൂടാ. കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അത് പുറത്തൊരാൾക്ക് വായിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണെങ്കിൽ മാത്രം നമുക്കിത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ആരറിയാനാ, ഞാൻ മാത്രമല്ലേ അറിയുന്നുള്ളൂ എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞിട്ടേ സ്റ്റാർട്ടിങ് ടു എൻഡ് വായിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞായിരുന്നു, ആദ്യത്തെ ഒരു 4 ദിവസം കൊണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ബ്രേക്ക് എടുത്തു. ആ ഗ്യാപ്പിൽ ഞാൻ അച്ഛനൊന്ന് വായിക്കാൻ കൊടുത്തു. അച്ഛൻ നന്നായിട്ട് വായിക്കുകയും സിനിമ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അച്ഛന് വായിക്കാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അച്ഛൻ ബാങ്കിൽ ജോലി ചെയ്തോണ്ടിരുന്ന, ഇപ്പൊ റിട്ടയർഡ് ആയി. പക്ഷെ ഒത്തിരി സിനിമ കാണുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഒരു ദിവസം തന്നെ 3 സിനിമയൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അച്ഛന് വായിക്കാൻ കൊടുത്തിട്ട് അച്ഛൻ്റെ അഭിപ്രായങ്ങൾ കേട്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എനിക്കും കഥ സെക്കൻഡ് ഹാഫ് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു പ്ലാനും ഇല്ല, ആലോചിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു സെക്കൻഡ് ഹാഫ് എന്താണെന്നാണ് തോന്നുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ കുറേ പോസിബിലിറ്റീസ് ഗസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയായിരിക്കും. സ്ഥിരമായിട്ട് സിനിമ കാണുന്നുള്ള ഒരാളുടെ രീതിയിൽ ഞാനതൊക്കെ നോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് തീരുമാനിച്ചു, ഈ പറഞ്ഞ പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല. അച്ഛൻ പറഞ്ഞൊന്നും ചെയ്യില്ല. അതൊക്കെ ഓക്കെ, ആൾക്കാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയല്ല, അത് ബാഹുൽ രമേശിന് ക്രെഡിറ്റ് പോകണ്ട. അച്ഛന്റെ പേരല്ലേ രമേശ്? അല്ല, അങ്ങനെയല്ല. ഞാനിത് എന്തെങ്കിലും സിനിമയാവുമെന്നോ അങ്ങനെ ഒന്നും അപ്പം ആലോചിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു പരിപാടി വെറുതെ ഒന്ന് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾ മറ്റേ എന്താണ് കളിപ്പാട്ടം കളിമണ്ണിൽ ഉണ്ടാക്കിയിട്ട് വീട്ടുകാരെ വിളിച്ച് കാണിക്കില്ല ഞാനിത് ഉണ്ടാക്കി എന്നുള്ളത്, അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു റീച്ചോ അല്ലെങ്കിൽ പബ്ലിക്കിൽ ആരെങ്കിലും കാണിക്കുക എന്നുള്ളതൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു, അച്ഛൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലുള്ള വീട്ടിലുള്ള ചിലപ്പോൾ എൻ്റെ ബ്രദറിനോ കസിൻ ബ്രദറിനോ അല്ലെങ്കിൽ വൈഫിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ വായിക്കാൻ കൊടുക്കായിരിക്കും. അത്രയൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അവരെ ഒക്കെ ഒരു റീഡിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് സിനിമയാവുക എന്നുള്ളതൊന്നും യാതൊരു പ്രതീക്ഷയൊന്നും അപ്പില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഒരു ലിസ്റ്റിലുള്ള ഒരു കാര്യങ്ങളൊന്നും സെക്കൻഡ് ഹാഫിൽ വരാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രമിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞ പല വേർഷനുകളിലും പോലീസ്
ഇൻവോൾവ്മെന്റ് ഭയങ്കര ഉണ്ടായിരുന്നു. ഓക്കെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ രീതിയിലേക്ക് കഥ മാറുകയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു എല്ലാ ഗസ്സുകളും വന്നിരുന്നത്. ഓക്കെ അപ്പോൾ അതിൽ തന്നെ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു കാര്യം തീരുമാനിച്ചു വന്നാൽ പിന്നെ പോലീസിനെ ഇതിൽ ഉൾപ്പെടുത്തണ്ട, അതിൽ തന്നെ ഒരു മാറ്റം വന്നോളൂ ഓക്കെ എന്നുള്ള രീതിയിൽ പോലീസിനെ ഇതിൽ ഇൻവോൾവ് ആക്കാതെ, എന്നാൽ അത്യാവശ്യത്തിന് ചില ടെക്നിക്കൽ കൺവിക്ഷൻ വേണ്ട സ്ഥലത്ത് മാത്രം പോലീസിനെ ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയി. അവരെ ഇതിന്റെ പ്ലോട്ടിന്റെ മെയിൻ ഭാഗമാകുന്നില്ല പോലീസ്. ഓക്കെ അപർണ ഇതിലത്തെ പോലീസിങ്ങിന്റെ പണി ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഞാനിനി സെക്കൻഡ് ഹാഫ് എഴുതാൻ കിടക്കുകയാണ്. അപ്പോൾ ആ എഴുതി തീരുന്നതിനുള്ള ദിവസങ്ങൾക്കിടയിൽ അച്ഛൻ ചിലപ്പോൾ ഇനി മൾട്ടിപ്പിൾ വേർഷനുകൾ ആലോചിച്ചേക്കാം ഗസ്സുകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെ ഔട്ട് തിങ്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചു. പണിയാക്കുവോ? അപ്പൊ അതിന്റെ ഔട്ട് തിങ്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇതിലിപ്പോ അമൃതലാൽ എന്ന് പറഞ്ഞ തമിഴ് ആക്ടർ നിഴൽ രവി സാർ ചെയ്ത ക്യാരക്ടറൊക്കെ അതിന് അച്ഛനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ക്യാരക്ടറാണ് ശരിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് വായിച്ചു കഴിഞ്ഞ ഒരാള് അതുവരെ ആ ഫസ്റ്റ് ഹാഫിൽ എവിടെ ഇല്ലാത്തൊരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ ആ ക്യാരക്ടർ വരുമ്പോൾ എന്നാലും അച്ഛൻ അത് പുതുമയായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് അത് പുതുമയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ ക്യാരക്ടർ വന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലത്തെ പല തീരുമാനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ വന്നതാണ്. അപ്പൊ അതായത് എല്ലാവരും പറ്റിച്ചെഴുതിയതാണ് സെക്കൻഡ് ഹാഫ്. അതെ അതെ, എല്ലാവരുടെയും ഒരു പ്രഡിക്ഷൻ എടുത്തിട്ട് അതിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് സെക്കൻഡ് ഹാഫ്. അതെ അതെ, എന്നാൽ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. നമുക്ക് എല്ലാവരുടെയും തോട്ടുകൾ പോകുന്ന രീതിയിൽ മൾട്ടിപ്പിൾ വേരിയേഷൻസിലായിരിക്കുമല്ലോ. ഒരുപാട് പേർക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഒത്തിരി സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആകെപ്പാടെ ഞാൻ വായിക്കാൻ കൊടുത്ത ഒരാൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് ഒന്ന് ഞാൻ കൺസേൺഡ് ആയിരുന്നത്. ഓക്കെ, ആ ആളെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ദിൻജിത്തിന്റെ ഇപ്പൊ 2 പാട്ടുകൾ സിനിമ എടുത്തു നോക്കിയാൽ ഇപ്പൊ കിഷ്കിന്ദ കാണ്ടാണെങ്കിലും കക്ഷി അമ്മിണിപ്പിള്ളയാണെന്നുണ്ടെങ്കിലും രണ്ടിലും അങ്ങനെ ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ല മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അരുൺ മുരളീധരൻ പോപ്പുലർ ആയിട്ട് മ്യൂസിക് ഡയറക്ടർ അരുൺ മുരളീധരൻ. പിന്നെയുള്ളത് എബി സാമൽ, രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. എബി ആയിരുന്നു ഈ നമ്മുടെ ഉയ്യാരം പയ്യാരം എന്ന് പറഞ്ഞ സോങ്, ഭയങ്കര വൈറലായ സോങ് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ അരുണായിരുന്നു അവൾ വരും, പിന്നെ മറ്റേ ബാക്കിയുള്ള പാട്ടുകളും ക്രിയേറ്റ് ചെയ്തത്. ഈ സിനിമയിലാണെങ്കിൽ മുജീബ് മജീദ്, അതെ, തിങ്കളാഴ്ച നിശ്ചയത്തില് ചെയ്ത മുജീബ് മജീദ്. അല്ല, ആക്ച്വലി അത് മുന്നേ എല്ലാം പല ഇതിലും പറഞ്ഞതാണ്. സുഷിനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ ചെയ്യേണ്ടിയിരുന്നത് മുന്നത്തെ പോസ്റ്ററിലും സുഷിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. സുഷിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ രീതിയിലും. പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് സുഷിൻ്റെ ഈ ആവേശവും മഞ്ഞുമൽ ബോയ്സ് എല്ലാം അതിൻ്റെ തിരക്കിൽ പെട്ടുകയും പിന്നെ ആ സമയത്ത് സുഷിൻ തന്നെ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ ഇത് തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെയും കൂടി വന്നിട്ട് ഭയങ്കര ബേർഡാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു സമയത്ത് സുഷിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കരമായിട്ട് ക്രഞ്ചാവും. അത് മനസ്സിലാക്കിയിട്ട് ഓക്കെ. ആ സമയത്താണ് ബാഹുൽ എന്നോട് ഇങ്ങനെ മുജീബിൻ്റെ കാര്യം പറയുന്നത്. ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവർ ഇത് ഗ്രേസ് വില്ല എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുജീബ് ഉള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാം കാരണം ഓക്കെ നമുക്ക് മുജീബിനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ നമ്മൾ സുഷിനെ കണ്ട് അതിനുശേഷം മുജീബിലേക്ക് പോവാന്ന് പറഞ്ഞാൽ മുജീബ് തിങ്കളാഴ്ച നിശ്ചയം ഇങ്ങനെ അപ്കമിങ് ആയിട്ട് വരുന്ന ഒരു പക്ഷെ മുജീബ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു എസെറ്റായിട്ട് മാറി എന്നുള്ളത്. അത്രയും ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ എല്ലാം കൊണ്ടും നമുക്ക് അതിൽ ആ മറ്റേ ഒരു നോർത്ത് ഈസ്റ്റ് ഫോക്ക് കേൾപ്പിക്കുന്നില്ല, അത് പുള്ളിയുടെ ക്രിയേഷൻ ആണോ അതോ അത് അവിടുന്ന് ഒപ്പിയെടുത്തതാണോ? ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. പെട്ടെന്നൊരു ആ ഒരു ചേഞ്ച് ഓഫ് മ്യൂസിക് ഉണ്ടല്ലോ മലയാള സിനിമയിൽ അങ്ങനെ കേൾക്കാത്ത ഒരു മ്യൂസിക്. നമ്മൾ പറയും എല്ലാവരും നല്ല സ്റ്റോറി ടെല്ലേഴ്സ് ആവണമെന്നില്ല. ബാഹുലിന് എത്ര മാർക്ക് കൊടുക്കും സ്റ്റോറി പറയുന്നതിൽ? അയ്യോ 10/10 അതിന്റെ മാർക്കിന്റെ കഥ കൊടുക്കുക. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കഥ പറയും. എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര കഷ്ടമാണ് കഥ പറയല്. അല്ല, പക്ഷെ ബാഹുൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ ബാഹുൽ പറയുമ്പോൾ ഇത് നറേറ്റ് ചെയ്യുമ്പോൾ ആസിഫ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഒരു പടം കാണുന്ന പ്രതീതിയായിരുന്നു. വന്ന് കെട്ടുപിടിച്ച് ഇതാണ് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞതാണ്. അത്രത്തോളം ഭയങ്കര ഇമോഷണലി അത് നറേറ്റ് ചെയ്യും, ഭയങ്കര രസമായിട്ട്. അടിപൊളി. അജയ് ചന്ദ്രൻ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര മെച്ചുവേർഡായിട്ട് ഇപ്പോൾ ഉള്ള കുറേ റീസെൻ്റ്ലി ഇറങ്ങിയിരിക്കുന്ന പടങ്ങൾ വെച്ച് നോക്കിയാലും പിന്നെ നമ്മുടെ കക്ഷി അമ്മിണിപ്പിള്ളയിലൊക്കെ പുള്ളി തന്നെയാണല്ലോ നായകൻ. അപ്പോൾ ഒന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ദിൻജിത്തിന്റെ ഫേവറേറ്റ് ആണോ
ആസിഫ് 100%. 100%. രണ്ട്, ഇന്നിപ്പോ എല്ലാരും പറയുന്ന പോലെ ഒരു ബാങ്കബിൾ ആക്ടറായിട്ട് ആസിഫ് വളർന്നു അല്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ട ആസിഫ്, പ്രത്യേകിച്ചും കക്ഷി അമ്മിണിപ്പിള്ളയിൽ ഞങ്ങൾ കണ്ട ആസിഫിൽ നിന്നും ഇപ്പോൾ ഒരു ആസിഫ്. അതന്നെ, ആസിഫ് ഇപ്പൊ കക്ഷി അമ്മിണിപ്പിള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ആസിഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആക്ച്വലി കക്ഷി അമ്മിണിപ്പിള്ള. എന്താ പറഞ്ഞാൽ അത്രയും കാലം കോളേജ് സ്റ്റോറീസും ഇങ്ങനെയെല്ലാം ചെയ്ത ആസിഫിനെ നമ്മൾ ഒരു ഏട്ടൻ കഥാപാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു വക്കീൽ കഥാപാത്രമായിട്ട്, ഒരു പൊളിറ്റീഷ്യനായിട്ട് നമ്മൾ ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിട്ട് മാറ്റിയത് കക്ഷി അമ്മിണിപ്പിള്ളയാണ്. അതിനുശേഷമാണ് ഈ കെട്ടിയോളാണ് മാലകയെല്ലാം വന്നതും അത് ഭയങ്കര ഹിറ്റായി. മീൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ, ഓൾറെഡി ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ കൂടുതൽ ഫാമിലി ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ലൈക്കബിലിറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു പടമാണ് കക്ഷി അമ്മിണിപ്പിള്ള. അപ്പോൾ പക്ഷേ അന്നത്തെ ആ സമയത്ത് ഓരോ കാരണങ്ങൾ കൊണ്ട് കക്ഷി അമ്മിണിപ്പിള്ള അത്ര ഫേമസ് ആയില്ല. ഇപ്പോഴാണ് ആൾക്കാർ അയ്യോ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും കിഷ്കിന്ദ കാണ്ഡം ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് കിഷ്കിന്ദ കാണ്ഡം. എന്ന് പറഞ്ഞാൽ അത്രയും ഇൻറ്റൻസ് പെർഫോമൻസ്, അത് എനിക്ക് തന്നെ ഭയങ്കര എന്താ പറയുക, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ആസി അത് റെൻഡർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജയൻ, അത് അച്ഛൻ ഉദ്ദേശിച്ച അജയൻ. അതെ, അത് എനിക്കൊന്നും എനിക്ക് ആരും കാണാൻ പറ്റുന്നില്ല. അത് അത്രയും ഇൻറ്റൻസ് ആണ്. അത് ഭയങ്കര എന്താ പറയുക, ചെറിയ രീതിയിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ടോട്ടലി അത് എഫക്റ്റ് ആവുന്ന ഒരു ക്യാരക്ടറാണ് അത്. പക്ഷേ ഒരു പൊളിയാണ്. ഒരു ഡയറക്ടറിന് അദ്ദേഹത്തോടുള്ള ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കുട്ടേട്ടൻ ചെയ്ത ആ ക്യാരക്ടർ സത്യത്തിൽ NN പിള്ളേനെ മനസ്സിൽ വെച്ചിട്ടാണ് എഴുതിയതെന്ന് നോമയോടെ വായിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞവര് എഴുതുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ആക്സസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് ചെയ്തു പോകുന്ന പോലെ നമ്മൾ കണ്ടിട്ടുള്ള മാനറിസം അത് സ്വാധീനം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ലിമിറ്റ് ചെയ്യപ്പെട്ടു പോയേക്കാം എന്നുള്ളത് തോന്നിയത് കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാരെ മാത്രം മനസ്സിൽ സങ്കല്പിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് NN പിള്ള സാറിനെ ആലോചിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത് ആ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു മോശടൻ ക്യാരക്ടർ ആണല്ലോ. അപ്പം അങ്ങനെ നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു വ്യക്തി അതായതുകൊണ്ട് മേ ബി അങ്ങനെ ഉദ്ദേശിച്ചില്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല. പുള്ളിയെ കുറിച്ച് NN പിള്ള സാറിനെ കുറിച്ച് പുള്ളിയുടെ ബുക്കുകൾ വായിച്ചിട്ടും പുള്ളി പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളും സിനിമകൾ കണ്ടിട്ടൊക്കെ ഒരു എനിഗ്മ ഉണ്ട്. നമ്മുടെ പുള്ളിയോടുള്ള ഒരു റെസ്പെക്റ്റ് കൊണ്ട് നമ്മുടെ മനസ്സിലൊരു എനിഗ്മാറ്റിക് ഫിഗർ ആണ് പുള്ളി. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി മനസ്സിൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈവ് കിട്ടി പല കാര്യങ്ങൾ എഴുതാനേ. ഇപ്പം ഇതിൽ തന്നെ ഒരു ഡയലോഗ് ഫസ്റ്റ് ഇൻ്റർവെലിനോട് അടുപ്പിച്ച് ആ കോണിപ്പടി ഇറങ്ങി വന്നിട്ട് വിജയരാഘവൻ ചേട്ടൻ ഇവരെടുത്ത് ചോദിക്കും, നീ ആശാരിയെ വിളിച്ചിരുന്നോ? അപ്പോൾ ആസിക്ക പറയാം, ആ വിളിച്ചിരുന്നു. വിളിയും പറച്ചിലും മാത്രം പോരാ, കാര്യം നടക്കണം, അവനോട് ചുണ്ടൻ വെള്ളം എന്നുള്ള പണിയാൻ ഈ ഡയലോഗ് പറയുന്നത്. ഇതിൻ്റെ ഒരു മോട്ടീവായിട്ട് എനിക്ക് ആക്ച്വലി വന്നിട്ടുള്ളത് ഗോഡ് ഫാദറിൽ NN പിള്ള സാർ 500 ഇവിടെ വക്കീലേ എന്ന് വിളിക്കും. അപ്പം വക്കീല് ഉണ്ട്, ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. ഉണ്ടെന്ന് എനിക്കറിയാം, ഇല്ലാത്തവനെ ഞാൻ പിന്നെ വിളിക്കുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സിൻടാക്സിന്റെ ഒരു പ്ലേ ഉണ്ടല്ലോ, ഒരു തർക്കുത്തരം പറയുന്ന ഒരു പരിപാടി. അപ്പൊ ആ ഒരു സാധനമൊക്കെ കുട്ടേട്ടന്റെ ഈ ഡയലോഗിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുട്ടേട്ടൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷെ ഇത് NN പിള്ളയില് വിചാരിച്ച് എഴുതിയെങ്കിലും വിജയരാഘവൻ അവിടെ പ്ലേസ് ചെയ്തിട്ടില്ല. എഴുതുന്ന സമയത്ത് പ്ലേസ് ചെയ്തിട്ടില്ല. എഴുത്ത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഇനിയിപ്പോൾ പ്രാക്ടിക്കലി ആര് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ആദ്യമേ തൊട്ട് തന്നെ ഫസ്റ്റ്ലി വന്നൊരു പേരായിരുന്നു കുട്ടേട്ടൻ കറക്റ്റ് ആയിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കുട്ടേട്ടൻ്റെ അടുത്ത് നമ്മൾ പ്രസന്റ് ചെയ്തത്. ആസിക്കയുടെ അടുത്തും ഒക്കെ അപർണയുടെ അടുത്തൊക്കെ പറഞ്ഞ ശേഷമാണ് കുട്ടേട്ടൻ്റെ അടുത്തേക്ക് പോയിരുന്നത്. ഈ ഓരോ ക്യാരക്ടറിനെ ഫിക്സ് ചെയ്തതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു ഈ സിനിമയിലത്തെ മെയിൻ കഥാപാത്രമായ ആ വീടും. അതിനും നിങ്ങൾ കുറെ ജേർണി നടത്തിയിട്ടുണ്ട്. ഒട്ടുമിക്ക കുറെ ജില്ലകൾ കയറി ഇറങ്ങി. അവസാനം നിങ്ങൾ ചെന്ന് നിന്നത് എവിടെയാണ്? ചെറുപ്പളശ്ശേരിയിലെ വെള്ളിനേഴി മനയിലാണ് അവസാനം ഓട്ടം ചെന്ന് നിന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മളുടെ മാനദണ്ഡം ആ വീട് തേടി പോകുമ്പോൾ? 4 കെട്ട് അടിക്കരുത്. 4 കെട്ടാവാം, പക്ഷെ 4 കെട്ടിന്റെ സാധ്യതകൾ നമ്മൾ വലുതായിട്ട്. അങ്ങനെ വലിയ മലകളിൽ 4 കെട്ടുണ്ട്, ഒരുപാട് മനകളിൽ 4 കെട്ടുണ്ട്. അപ്പൊ 4 കെട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടി നമുക്ക് പണ്ട് ഹരിഹരൻ സാറിൻ്റെ ഒക്കെ ചില പടങ്ങളിൽ, MT ഹരിഹരൻ സാറിൻ്റെ ഒക്കെ ചില അമൃതം ഗമയോ അഭയം തേടിയോ അങ്ങനെയൊക്കെയുള്ള ഏതോ പടങ്ങളിലുള്ള ചില നായർ വീടുകൾ, തറവാടുകളുണ്ട്. അത് 4 കെട്ടല്ല, പക്ഷെ അന്നത്തെ ഒരു പ്രതാപം തോന്നിക്കുന്ന രീതിയിൽ 2 നില വീടാണ്, പക്ഷെ 4 കെട്ടല്ല. അപ്പൊ ആ ടൈപ്പ് ഓഫ് ഒരു വീട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്വേഷിച്ചാണ് ഒരു റിക്വയർമെന്റ് റൈറ്റ്. പിന്നെ ചില സീനുകളുടെ ബ്ലോക്കിംഗ് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ എന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പൊസിഷനിങ് വൈസ്. അപ്പൊ അതും നമ്മൾ ലൊക്കേഷൻ അന്വേഷിക്കുമ്പോൾ ആ ബ്ലോക്കിങ്ങുകൾ അതേപോലെ നടത്താൻ
ഉള്ള സൗകര്യമുണ്ടോ എന്നുള്ളതും കൂടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാനെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം എല്ലാ ജില്ലകളും തേടി അവസാനം കാസർഗോഡ് നീലേശ്വരത്തുള്ളൊരു വീട് നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടി. ഗംഭീര വീടായിരുന്നു, നല്ല വലിയ ഭയങ്കര പ്രിമൈസ് ആയിരുന്നു, ഉള്ളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറും ഫ്ലോർ പ്ലാൻ ഒക്കെ ഉള്ളതായിരുന്നു. ഫിക്സ് ചെയ്തതാണ്. ഓണർ ലാസ്റ്റ് മിനിറ്റ് സമ്മതിച്ചില്ല. അപ്പൊ പിന്നെ റെഡ് സിംഗ് അലാമാണല്ലോ, കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണല്ലോ. ആ നെട്ടോട്ടത്തിന്റെ ഇടയിൽ കറക്റ്റ് വന്നിട്ട് ഈ പക്ഷെ നല്ലതിന് സംഭവിച്ചു. കാരണം അവിടെ വീട് മാത്രമായിരുന്നു നമുക്ക് അഡ്വാൻറ്റേജ് നീലേശ്വരത്ത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് പ്രിമൈസ് അതിനേക്കാളും ഫാർ ബെറ്റർ ആയി കിട്ടി. എസ്പെഷ്യലി ആ വീടിന്റെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്സ്, വലിയ പാസേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയി. കുറച്ചും കൂടെ ഡൈനാമിക്സ് കൊണ്ടുവരാനും നമുക്ക് പിന്നെ ആർട്ടിസ്റ്റുകളെ പ്ലേസ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ബ്ലോക്കിങ്ങുകളൊക്കെ വെക്കാനുള്ള ഒരു സാധ്യത വെളിനേഴിമന തന്നു. നമ്മളിനി കാണാതെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഫ്ലോസ് ആ സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാകുമോ? ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോ. അതിന് നാളെ പലരും ചൂണ്ടിക്കാട്ടുമ്പോഴായിരിക്കും നമുക്ക് പഠിക്കാൻ തുടങ്ങിയല്ലോ ആൾക്കാർ. ഇപ്പൊ ചർച്ച തുടങ്ങി എന്ന് പറഞ്ഞാൽ രണ്ടാമതും മൂന്നാമതും പ്രാവശ്യം കാണാൻ തുടങ്ങിയ ആൾക്കാർ. എന്തിനാന്ന് പറഞ്ഞാൽ അവർ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ എവിടെയാണ്. ചർച്ചകൾ തുടർന്ന് വന്നോണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടലുകൾ ഉണ്ടാകും. നമുക്ക് അഗൈൻ അത് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് അവരൊക്കെ ചൂണ്ടിക്കാട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഇനി ഭാവിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താമല്ലോ. നമ്മൾ ഇപ്പോഴേ തന്നെ എല്ലാം ഫുൾ പ്രൂഫ് ഇത് ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള രീതിയിൽ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ നിന്നു. അപ്പം അതില്ലാതെ നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പരിമിതമായ അറിവും ലിമിറ്റേഷൻ വെച്ച് എന്ത് നമ്മളെ കൊണ്ട് പറ്റുമോ അത് നമുക്ക് മാക്സിമം ചെയ്യാം. ബാക്കി തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ പോകുന്ന പോക്കിൽ തിരുത്താം. പറ്റുന്നിടത്തോളം നമുക്ക് റിലീസാകുന്നവരെയും തിരുത്തിക്കൊണ്ടിരിക്കാം. റിലീസായി കഴിഞ്ഞിട്ട് പിന്നെ തിരുത്താൻ പറ്റൂല, അത് അടുത്ത പടത്തിൽ തിരുത്താം. ഈ സിനിമയിൽ നേരത്തെ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റുകൾ ഉണ്ട്, ടേൺസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നിടത്തേക്കെല്ലാം പുതിയ പുതിയ റെലവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ ഡ്രമാറ്റിക് ആക്കി കോളമാക്കാവുന്ന സിറ്റുവേഷൻ ഒരുപാട് നമുക്കുണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സീക്വൻസിനെ പ്ലാൻ ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ക്രിപ്റ്റ് കറക്റ്റ്ലി നമ്മുടെ എഡിറ്റഡ് വേർഷൻസ് ആയിരുന്നു. അങ്ങനെ ഓരോ സീൻ വൈസ് നോക്കിയിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അത്രയും ഡീറ്റെയിലിംഗ് സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എല്ലാ രീതിയിലും ഞാൻ പിന്നെ ഇപ്പോൾ ഷോർട്ട് ഡിവൈഡെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫുള്ളായിട്ട് സ്റ്റോറി ബോർഡും കാര്യങ്ങളും ആക്കിയിട്ട് നമ്മൾ ആദ്യം തന്നെ പ്രീ പ്ലാൻ ആനിമേഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ അതിന്റെ ഒരു ഗുണവും കൂടെ ഉണ്ട്. അത് ഫസ്റ്റ് തന്നെ ഞാനത് എല്ലാ സീൻസും ഷോർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഹുലായിട്ട് ഓൾറെഡി ക്യാമറാമാൻ ആണ്, അതുകൊണ്ട് കുറേ ഫേവർ ആയിരുന്നു. ലൈക്ക് ഓൾറെഡി എഴുതിയതും ക്യാമറമാനും ആകുമ്പോഴുള്ള ഒരു ഗുണമുണ്ട്. എന്താ പറഞ്ഞാൽ അവൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഇവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഹെൽപ്പായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓക്കെ ചില സീൻസ് എല്ലാം ഇങ്ങനെയാണ്, ചില സീൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്, കുറച്ചും കൂടി ഇൻറ്റൻസ് ആവും എന്നുള്ള കാര്യങ്ങൾ ഭയങ്കര ഈസി മാറി എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കുക ആണോ ബാഹുൽ? എഴുതി പോയതുള്ളൂ, ജ്ഞാനമായി ചിന്തിച്ച് എഴുതിയൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ആകുന്നു, ഇങ്ങനെയൊക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നൊന്നും എക്സ്പെക്ട് ചെയ്തല്ല. ആ ഫ്ലോയില് അങ്ങനെ തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും ഗുണമില്ലാത്ത സത്യങ്ങൾ പോട്ടെ എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ഒരു നല്ല തോട്ടായിട്ട് എനിക്ക് തോന്നുന്നു. അതിലേക്കുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ലാസ്റ്റത്തെ ആ ഒരു പോർഷൻ, അതാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അല്ല ഡയലോഗ് എഴുതുമ്പോൾ എന്തായിരുന്നു മനസ്സിലായി ആക്ച്വലി? കാരണം ഇങ്ങനത്തെ ഇപ്പൊ ഈ ഒരു സെയിം സിറ്റുവേഷനുള്ള ഇതിനു മുമ്പ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. അതന്നെ, സ്റ്റേറ്റ്മെന്റ് ഒന്നും സിൻസിയറായിട്ട് പറയണം. അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അടിപൊളി സ്റ്റേറ്റ്മെന്റ് വേണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ തോന്നിയൊരു സംഗതി അതങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചു എന്നുള്ളത്. ഈ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പോലും കമന്റ് ചെയ്യുന്ന രീതിയിലാവുന്ന ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചുമ്മാ അങ്ങ് ടൈപ്പ് ചെയ്ത് വെച്ചു എന്നുള്ളത്. പിന്നെ ആ സമയത്ത് ഈ പറഞ്ഞ ഈ ക്ലൈമാക്സ് 20 minutes എഴുതുമ്പോൾ ഞാൻ ഇൻഡസ്ട്രിയർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പടം. ഇൻഡസ്ട്രിയറിലത്തെ ക്വാണ്ടിഫയബിൾ കണക്ഷൻ എന്ന് പറഞ്ഞൊരു OST ഉണ്ട്. അത് സ്പോട്ടിഫൈയിലൊന്നും ഇല്ല, യൂട്യൂബിൽ മേ ബി ഉണ്ടാവും. ക്വാണ്ടിഫയബിൾ കണക്ഷൻ എന്ന് പറയുന്ന ട്രാക്ക് ഒരു 4 minute ട്രാക്ക് എടുത്തിട്ട് ഇയർഫോൺ വെച്ച് കേട്ടോണ്ട് ആണ് ആ എൻ്റെ സീക്വൻസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, എഴുതിക്കൊണ്ടിരുന്നത്. ആ മ്യൂസിക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. പിന്നെ അതുപോലെ ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഈ പറഞ്ഞ റോബർട്ട് ഫിഷർ എന്ന് പറയുന്ന ക്യാരക്ടർ അയാളുടെ അച്ഛനും തമ്മിൽ ഒരു ഹോസ്പിറ്റൽ ബെഡിലുള്ള ഒരു സീനുണ്ട് വെരി എൻഡ് ക്ലൈമാക്സിൽ. ഇവരുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ വളരെ ബ്രീഫായിട്ടുള്ളൊരു എക്സ്ചേഞ്ച് അച്ഛനും മകനും തമ്മിലാണ്. അച്ഛൻ മരണക്കിടക്കെ കിടന്നിട്ട് അവസാനമായിട്ട് മകൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ നിരാശനാണ്, ദാറ്റ് യു ട്രൈ ടു ബി ലൈക്ക് മീ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറയും. ഞാൻ എപ്പോഴും നിന്നെ
നിന്റേതായ ഒരു ഒറിജിനൽ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കൈ ചൂണ്ടി ഒരു ലോക്കറിലേക്ക് കൈ ചൂണ്ടും നോക്കുമ്പോഴേക്ക് അയാൾ മകൻ തുറന്നു നോക്കുമ്പോഴേക്ക് അവൻ കുഞ്ഞുനാളിൽ ഉണ്ടാക്കിയേക്കണ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പമ്പരമാണ് അതിനകത്ത് ഇരിക്കുന്നത്. അതായത് അവന്റെ ഒറിജിനൽ ക്രിയേഷനെ അച്ഛൻ അത്രമാത്രം മതിക്കുന്നു എന്നുള്ള രീതിയിലുള്ള, അപ്പൊ അവനത് എടുത്തിട്ട് നോക്കി തിരിച്ചു നോക്കുമ്പോഴേക്ക് അച്ഛൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെയുള്ള ഒരു OST സ്കോറും അതുണ്ടാക്കുന്ന ഒരു എനിഗ്മയും ഭയങ്കര ഇമോഷണൽ പരിപാടികളായിരുന്നു. എനിക്ക് അത് എപ്പോഴും കാണുമ്പോഴും എനിക്ക് കരച്ചിൽ വരും. ഇൻഡസ്ട്രിയലാറും എനിക്ക് ഇതുപോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഇൻഡസ്ട്രിയലാറിലുണ്ട്. അപ്പോൾ അത്തരം സ്കോറുകളൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുമായിരുന്നു. താങ്കൾ ഇത്രയും സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തത് കിഷ്കിന്ധാകാന്ഡത്തിന്റെ ഒരൊറ്റ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ തേടി ഒരുപാട് ചാൻസുകളൊക്കെ വരുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ വന്നത് കേരള ക്രൈം ഫയൽ സീസൺ 2 താങ്കൾക്ക് വന്നിട്ടുണ്ടെന്ന് വന്നു ചേർന്നു. ഷൂട്ട് കഴിഞ്ഞു. ഓ, അത് താങ്കൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? അതിന്റെ പ്രൊഡക്ഷനും മങ്കി ബിസിനസ് അത്രേ. അപ്പൊ ടോട്ടലി വാനരന്മാരായിട്ടാണ് ബന്ധം. അപ്പൊ അതെന്താന്ന് നോക്കി, അതാ ഞാൻ ബന്ധം ശരിക്കും കുരങ്ങന്മാരായിട്ട് എന്താ ബന്ധം? ശരിക്കും വിളിച്ച് പറഞ്ഞത് കഴിഞ്ഞു ഉടനെ. അല്ല, ചുമ്മാ ചോദിച്ചാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വാനര ബന്ധം ഉണ്ടോ? നമ്മളെല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ബന്ധം. അതേ ഉള്ളൂ അല്ലേ? ആൻസിസ്ട്രൽ ബന്ധം. അച്ഛാ.